ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറീസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫയർ വുമണിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ജ്വലനം. ഒരു ഇന്ധനവും ഓക്സിജനും ചേർന്ന് നടക്കുന്ന താപമോചക രാസപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ജ്വലനം. ഇതിൻ്റെ ഫലമായി ചൂടും പ്രകാശവും പുകയും മറ്റു വാതകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇന്ധനങ്ങൾ ഖര ദ്രാവക വാതക അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നവയാണ്. ജ്വലനം ഒരിക്കൽ ആരംഭിച്ചാൽ ജ്വലനത്തിനാവശ്യമായ 3 ഘടകങ്ങളൊന്നിനെ അതായത് ഇന്ധനം, ഓക്സിജൻ, ചൂട് നീക്കം ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അവസാനിക്കുന്നവരെ ഇത് സ്വയം തുടർന്നുകൊണ്ടേയിരിക്കും. ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ വാതകമോ വായുവുമായ ഒരു പ്രത്യേക അനുപാതത്തിലാണെങ്കിൽ മാത്രമേ തീ പിടിക്കുകയുള്ളൂ. ഇത് അറിയപ്പെടുന്നതാണ് ജ്വലന പരിധി. ജ്വലനപരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകുകയില്ല. അത് ഓർത്ത് വയ്ക്കുക. ജ്വലനപരിധിക്ക് മുകളിലോ താഴെയുള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകുകയില്ല. ചില സബ്സ്റ്റൻസിൻ്റെ, ദ്രാവകത്തിൻ്റെ, വാതകത്തിൻ്റെയൊക്കെ ജ്വലനപരിധിയും താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനത്തെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദ്രുതഗതിയിലുള്ള ജ്വലനം. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം താപവും പ്രകാശവും പുറത്തുവിടുന്നു. ഇന്ധനങ്ങൾ കത്തുന്നതാണ് അതിന് ഉദാഹരണം. ഇനി സ്ഫോടനം എന്തെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം ചൂടും ശബ്ദവും പ്രകാശവും വലിയ മർദ്ദത്തിൽ പുറത്തുവിടുന്നു. ഉദാഹരണം വെടിമരുന്ന്, ഡൈനാമൈറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ കത്തുന്നത്. മന്ദഗതിയിലുള്ള ജ്വലനം എന്ന് വെച്ചാൽ ഇതിൽ വളരെ കുറഞ്ഞ അളവിലുള്ള താപവും പ്രകാശവുമാണ് പുറത്തുവിടുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് ഒരു ഉദാഹരണം. ഇനി ഈ 2 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ദേശീയ അഗ്നിസേനാ ശമന ദിനം എന്നാണ് ഏപ്രിൽ 14, അഗ്നിശമന പതാക ദിനം എന്ന് പറഞ്ഞ് മാർച്ച് 8. ഓക്കെ, താങ്ക് യു.